US സമ്പദ്ഘടന മാന്ദ്യത്തിലേക്ക്. അതുപോലെ തന്നെ ഓഹരി വിപണി കരടിയുടെ പിടിയിൽ. സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുമോ കുറയുമോ? ഇതൊക്കെ ഇപ്പോൾ വലിയ ആശങ്കയിൽ ആയിരിക്കുകയാണ്. അതായത് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നവർക്ക് വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷം ആഗോളതലത്തിൽ US മാന്ദ്യത്തിലേക്ക് പോകുന്നു? പിന്നെ അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാ രാജ്യങ്ങളിലെയും ആഗോള സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഒരു കരടിയുടെ പിടിയിലാണ്. എന്താണ് ഇങ്ങനെയൊക്കെ വരാനായിട്ട് കാരണം? ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണങ്ങൾ നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം കോവിഡിൽ നിന്ന് ലോകം മുക്തി നേടുന്നതിന് മുൻപ് തന്നെ എന്താണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. എന്തായിരുന്നു? യുക്രൈൻ റഷ്യ വാർ വന്നതോടെ നാറ്റോ അതുപോലെ അതായത് സഖ്യകക്ഷികളെല്ലാം കൂടി ചേർന്ന് ഉപരോധം സൃഷ്ടിക്കുന്നു. ഉപരോധം ആർക്കെതിരെ? റഷ്യക്കെതിരെയാണ് ഉപരോധം സൃഷ്ടിച്ചത്. റഷ്യയിലേക്കുള്ള ഉൽപ്പാദനങ്ങളുടെ പോക്ക്, റഷ്യയിൽ നിന്നുള്ള അതായത് എക്സ്പോർട്ട്സ് ഇമ്പോർട്ട്സ് എല്ലാം തടസ്സപ്പെടത്തക്ക രീതിയിലായിരുന്നു. അപ്പം റഷ്യ വലിയ തോതിൽ ഇന്ധനം, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു ഖനിയാണ് റഷ്യ. പ്രത്യേകിച്ചും പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവിടുന്ന് ഈ പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കൃഷിയിൽ അത് പ്രശ്നമുണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. അതുപോലെ വലിയ ഒരു അഗ്രേറിയൻ ഇക്കോണമി കൂടിയാണ് റഷ്യ. യുക്രൈൻ ആയിരുന്നു UN നടത്തുന്ന ഫുഡ് പോളിസി, ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പോളിസിയിലേക്ക് ധാരാളം ഭക്ഷ്യധാന്യങ്ങൾ ഫ്രീ ആയി തന്നെ സംഭാവന ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു യുക്രൈൻ. അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം വന്നതോടുകൂടി അത്തരം കൈമാറ്റം തകരാറിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം, 2020 16 രാജ്യങ്ങളാണ് പട്ടിണി രാജ്യങ്ങളായിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ, അതായത് കോവിഡ് കഴിഞ്ഞ് ഈ യുക്രൈൻ വാർ കഴിഞ്ഞ് ഇപ്പോഴും യുക്രൈൻ പഴയ രീതിയിലേക്ക് എത്തിയിട്ടില്ല. വാർ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. യുക്രൈൻ പഴയ രീതിയിലേക്കോട്ട് എത്തിയതുമില്ല. അതുകൊണ്ട് ഭക്ഷ്യധാന്യ ഉൽപ്പാദനമൊക്കെ വളരെ കുറവാണ് യുക്രൈനിൽ. അതുകൊണ്ട് തന്നെ അന്ന്, അതായത് യുക്രൈൻ റഷ്യ വാർ തുടങ്ങുന്നതിൻ്റെ തലേ വർഷം 116 രാജ്യങ്ങളെ ഹങ്കർ ഉള്ള രാജ്യങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോൾ 125 വർദ്ധിച്ചു എന്നോർക്കണം. അതായത് പട്ടിണിയുള്ള രാജ്യങ്ങളുടെ എണ്ണം 116 നിന്ന് 125 വർദ്ധിച്ചു. 9 രാജ്യങ്ങൾ കൂടി പട്ടിണിയിലേക്ക് തള്ളിയിടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആഗോള ഭക്ഷ്യോൽപാദനം കുറയുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഭക്ഷ്യവിലക്കയറ്റം, നമുക്ക് ഇന്ത്യയിൽ അറിയാം, ഭക്ഷ്യവിലക്കയറ്റം 8.9%. അത് വേണമെങ്കിൽ നമുക്ക് 9% എന്ന് പറയാം. ആ തരത്തിൽ ഉയർന്നു നിൽക്കുകയാണ് ഭക്ഷ്യവിലക്കയറ്റം. കാരണം ഇന്ത്യയിൽ തന്നെ കയറ്റുമതി ഒക്കെ ഇടയ്ക്ക് ബസുമതി റൈസിൻ്റെയൊക്കെ കയറ്റുമതി നിരോധിച്ചിരുന്നു. അതിനുശേഷം ഉള്ളിയുടെ കയറ്റുമതി നിരോധിക്കേണ്ട സ്ഥാനത്ത് നിരോധിച്ചതിന് ശേഷവും കേന്ദ്ര സർക്കാർ ഇടപെട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ഉള്ളി അറബ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 10 മണ്ഡലങ്ങളിലാണ് ഉള്ളിയുടെ പ്രശ്നം വന്ന് BJP തോറ്റുപോയത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം എത്ര വലിയ കെടുതിയാണ് ലോകത്തിന് വരുത്തിവെച്ചത് എന്നാണ്. അത് തീരുന്നതിന് മുൻപ് വന്നിരിക്കുന്നു ഇസ്രായേൽ ഗാസ യുദ്ധം. അപ്പോൾ ഈ ഇസ്രായേൽ ഗാസ യുദ്ധമാണെങ്കിലും നാറ്റോ സഖ്യത്തിന് ഇസ്രായേലിനോടാണ് കൂറുള്ളത്. ഇസ്രായേലിനെയാണ് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോവിയറ്റ് റഷ്യ പറയുന്നത് ഒരു 3ാം ലോക മഹായുദ്ധത്തിൻ്റെ നിഴൽ ലോകത്ത് കാണപ്പെടുന്നു എന്ന്. അതായത് ഞാൻ റെഡിയാണ്, ഒരു 3ാം ലോക മഹായുദ്ധം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു ഭീഷണിയാണ് പുതിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ ഉണ്ടായിരിക്കുന്ന ഞങ്ങൾ ഇതിന് പ്രതികാരം വീട്ടുമെന്ന് ഇസ്രായേൽ സൈന്യത്തോടും ഒക്കെയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ ഒരു പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു, അതിൻ്റെ പകരം ഞങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ തന്നെ പലസ്തീനെ ആക്രമിക്കുന്നത് അവർക്കിഷ്ടമല്ല. ഹമാസിനെയാണ് ആക്രമിക്കുന്നത് എങ്കിൽ പോലും അതും ഇറാനും അതുപോലെയുള്ള രാഷ്ട്രങ്ങൾക്കും വലിയ സന്തോഷമുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒട്ടും
ആശ്വാസകരമല്ലാത്ത ഒരു ക്ലൗഡഡ് സിറ്റുവേഷൻ, ആ മേഘാവൃതമായ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു മേഘാവൃതമായ സിറ്റുവേഷനിൽ ഇരിക്കെയാണ് ബൈഡനും ട്രംപും തമ്മിലുള്ള ഒരു അരങ്ങേറ്റം. എങ്ങനെയായിരുന്നു അതിൽ? ബൈഡൻ പരാജയപ്പെടത്തക്ക രീതിയിൽ ട്രംപിൻ്റെ കാർഡൊക്കെ കളിച്ചു. അങ്ങനെ ബൈഡൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ വാഗ്വാദത്തിൽ ബൈഡൻ അത്രയും കരുതിയിരുന്നിരിക്കില്ലായിരിക്കും. അങ്ങനെ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നു, സ്ഥാനാർത്ഥി ആയിരിക്കുകയില്ല, കമലാ ഹാരിസ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ഈ മിസസ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള, ഗോൾഡ മെയറിനെ പോലെയുള്ള അതിപ്രശസ്തരും പ്രഗത്ഭരുമായ പ്രധാനമന്ത്രിമാർ അഥവാ പ്രസിഡന്റുമാരൊക്കെ ഈ ലോകത്തുണ്ടായിരുന്നു, വനിതകൾ. എങ്കിൽ പോലും വനിത പ്രസിഡൻ്റാവുക, പ്രധാനമന്ത്രിയാവുക എന്നൊന്നും പറയുന്നത് ആർക്കും അത്ര സന്തോഷമുള്ള കാര്യമല്ല. ആഫ്റ്റർ ഓൾ ഷീ ഈസ് എ വുമൺ എന്ന രീതിയിലാണ് ലോകം അതിനെ കാണുക. അപ്പോൾ ഇപ്പോൾ കമലാ ഹാരിസിൻ്റെ കാര്യം വരുമ്പോൾ അതിനേക്കാളും പരിഹാസ്യമായ ഒന്ന്, അവൾ ഇന്ത്യക്കാരിയാണ്. കമലാ ഹാരിസ് ഇന്ത്യക്കാരിയാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരി അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ച് ജയിച്ചു വരിക എന്നൊക്കെ കാണുമ്പോൾ വളരെ മിടുക്കിയാണ് കമലാ ഹാരിസ്. അത് ബൈഡൻ അറിയാം, നന്നായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിക്കറിയാം. അതുകൊണ്ടാണ് കമലാ ഹാരിസിനെ അവർ പിന്താങ്ങുന്നത്. കമലാ ഹാരിസ് ജയിച്ചു വരട്ടെ, ഇന്ത്യക്ക് പ്രത്യേകിച്ച് അവർ പരവതാനി ഒന്നും വിരിക്കണ്ട, പക്ഷേ അവരൊരു മിടുക്കി പ്രസിഡൻ്റ് ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ കഴിവുള്ള സ്ത്രീ ആണെങ്കിൽ പോലും ഒരു സ്ത്രീ ആയതുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് വന്നാൽ കൊള്ളുമോ, അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ചരടുവലികളും നീക്കങ്ങളും ചിന്താഗതികളും ഒക്കെ ലോകത്തെ മുഴുവൻ ആടി ഉലപ്പിച്ചുകൊണ്ടിരിക്കുകയും. ഇപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും ചിന്ത. ആ കൂട്ടത്തിൽ അവർക്ക് ഓർക്കാൻ വേറൊന്നുണ്ട്. എന്തുപറ്റി? സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിന് നന്നായി ഷൈൻ ചെയ്യാൻ പറ്റി എന്ന് എനിക്കും തോന്നുന്നില്ല. എവിടെയൊക്കെയാണ് അടിയൊഴുക്കുകൾ ഉണ്ടായത് എന്നറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭരണചക്രം അത്ര വിശിഷ്ടമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് സംഭവിച്ചതുപോലെ ലോ പ്രൊഫൈലിൽ പോകുമോ, കമലാ ഹാരിസ് US പ്രസിഡൻ്റായി വന്നാലും എന്നൊക്കെയുള്ള ഇതെല്ലാം കൂടിക്കുഴഞ്ഞ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ആഗോളതലത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ US മാന്ദ്യത്തിൻ്റെ ഒരു ഈ പറയപ്പെട്ട എല്ലാ ചുരുളുകളും കൂടി ചേർന്നാണ് US-നെ ഒരു മാന്ദ്യത്തിൽ തന്നെ ഇപ്പോഴും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതായത് കോവിഡിന് ശേഷം US കംപ്ലീറ്റായിട്ട് മാന്ദ്യത്തിൽ നിന്ന് കയറുന്നതിന് മുൻപ് തന്നെയാണ് ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ വന്ന് ചുരുൾ നിവർത്തി അതിനെ മാന്ദ്യത്തിൽ തന്നെ ഇപ്പോഴും ഒരു ചെറിയ മാന്ദ്യാവസ്ഥയിലാണ്. എന്നാലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ US ഇപ്പോഴും, അതായത് ഒരു മാന്ദ്യാവസ്ഥയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചാൽ വീണ്ടും മാന്ദ്യത്തിലേക്ക് പോകും എന്നുള്ള ഭയം കൊണ്ടാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജപ്പാൻ എന്ത് ചെയ്തു? ജപ്പാൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചു. എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ജാപ്പനീസ് കറൻസി യെൻ US ഡോളറിനോളം വരില്ല, എങ്കിലും അതിനടുത്തെത്തുന്ന ശക്തമായ ഒരു കറൻസിയാണ് ജാപ്പനീസ് യെൻ. അപ്പോൾ ജാപ്പനീസ് യെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചു. US-ലാണെങ്കിൽ ഈ ചെറിയ ഒരു മാന്ദ്യ സിറ്റുവേഷനും. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ നിക്ഷേപമുണ്ടായിരുന്നവർ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വലിച്ച് ജാപ്പനീസ് യെന്നിലേക്ക് മാറ്റുന്നു. ഇത് തന്നെയാണ് ജപ്പാൻ ആഗ്രഹിച്ചതും. ജാപ്പനീസ് യെന്നിൻ പവർഫുൾ ആകണം, അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ ജാപ്പനീസ് യെന്നിലേക്ക് ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർ ജാപ്പനീസ് യെന്നിലേക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിയത്? സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ വിറ്റു എന്ന് വെച്ചാൽ ബെയറിഷ് ആകും സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണുന്ന ബെയറിഷ്നെസ്സിൻ്റെ പ്രധാന കാരണം. ജാപ്പനീസ് ഗവൺമെൻറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവരുടെ സെൻട്രൽ ബാങ്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചതോടുകൂടി അവരുടെ കറൻസി സ്ട്രോങ് ആകാൻ വേണ്ടിയാണ് അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചത്. എങ്ങനെ അവരുടെ കറൻസി സ്ട്രോങ് ആയി? അതായത് അമേരിക്കൻ ഡോളറിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴ്ത്തി തന്നെയാണ് വെച്ചിരിക്കുന്നത്, മാന്ദ്യ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഡോളറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നല്ല വരുമാനം ഉണ്ടാവില്ല. സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാകാം. ഈ യുദ്ധസന്നാഹം പോലെ ഉള്ള ഗതിവിഗതികൾ മാറി ഒരു ക്ലൗഡി സിറ്റുവേഷനാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആൾക്കാർ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർ, അതുപോലെ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർ, എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, വളരെ ശ്രദ്ധയോടെ അവനവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്
ലാഭം കൊയ്യാനുള്ളതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ട്. അത്തരം ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും എന്നിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അമേരിക്കൻ ഡോളറിൽ നിന്നും കുറേയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്ത് അതും ജാപ്പനീസ് യെന്നിലേക്ക് ഇട്ടു. അപ്പോൾ ജാപ്പനീസ് യെന്നിൻ്റെ വാല്യൂ വർദ്ധിച്ചു. പകരം വാല്യൂ പോയത് എവിടെയാണ്? അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ താഴെ കിടക്കുന്നു. അതാണ് ബെയറിഷായി, കരടിയുടെ പിടിയിലായി സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇനി ആ കരടിയുടെ പിടിയിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നു വരണമെങ്കിൽ ഈ യുദ്ധ ക്ലൗഡൊക്കെ ഒന്ന് മാറി ആ നീലാകാശമായി നിൽക്കണം. അങ്ങനെ ആകുന്നത് വരെയും ഇതുപോലെയുള്ള ചാഞ്ചാട്ടം സ്റ്റോക്ക് മാർക്കറ്റിൽ കാണും. സ്റ്റോക്ക് മാർക്കറ്റിൽ ചാഞ്ചാട്ടം കാണും എന്ന് പറയുമ്പോൾ നമ്മൾ ലോർഡ് കെയ്ൻസിന്, ജോൺ മേനാർഡ് കെയ്ൻസ് 1936 എഴുതിയ അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറിയിലേക്ക്, അതായത് ജനറൽ തിയറി ഓഫ് മണി, ഇൻട്രസ്റ്റ് ആൻഡ് പ്രൈസസ് എന്ന അദ്ദേഹത്തിൻ്റെ 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ധനതത്വശാസ്ത്രജ്ഞനായിരുന്നു ജോൺ മേനാർഡ് കെയ്ൻസ്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരു സ്റ്റോക്ക് ബ്രോക്കറായിരുന്നു, ഒരു പ്രൊഫഷണൽ സ്റ്റോക്ക് ബ്രോക്കർ. അങ്ങനെ പ്രൊഫഷണൽ സ്റ്റോക്ക് ബ്രോക്കറായിരുന്ന കെയ്ൻസ് ലോക സമ്പദ്ഘടനയിലെ ഗ്രേറ്റ് ഡിപ്രഷൻ, ആഗോള മാന്ദ്യം, മഹാമാന്ദ്യം, ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിനെ മഹാമാന്ദ്യം 1929 മുതൽ 1931 വരെ നീണ്ടുനിന്ന 2 വർഷം നീണ്ടുനിന്ന മഹാമാന്ദ്യം, ആ മഹാമാന്ദ്യ കാലത്തെ കൃത്യമായി പഠിച്ചാണ് അദ്ദേഹം 1936 തൻ്റെ ദ ജനറൽ തിയറി എന്ന് പൊതുവെ അറിയപ്പെടുന്ന ജനറൽ തിയറി ഓഫ് മണി, ഇൻട്രസ്റ്റ് ആൻഡ് പ്രൈസസ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു ചൂതാട്ട കേന്ദ്രത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഒരു ചൂതാട്ട കേന്ദ്രത്തിനോട്. ചൂതാട്ട കേന്ദ്രത്തിൽ എന്താണ് നടക്കുക? ഓരോരുത്തരും പരസ്പരം പാര വയ്ക്കാനായിട്ട് നോക്കിയിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ പാര വയ്ക്കാൻ നോക്കിയിരിക്കുകയും ആ ചൂതാട്ടത്തിൽ, അപ്പോൾ ഒരു സമ്പദ്ഘടനയെ സംബന്ധിച്ച് കെയ്ൻസ് പറയുന്നത്, ഈ ചൂതാട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ ഒരു സമ്പദ്ഘടന മുന്നേറിയില്ലെങ്കിൽ ആ ചൂതാട്ടത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് സമ്പദ്ഘടന തന്നെ അപ്രത്യക്ഷമാകുമെന്നാണ് കെയ്ൻസ് പറയുന്നത്. അത്ര സൂക്ഷിക്കണം സ്റ്റോക്ക് മാർക്കറ്റിന്. അതിനാണ് നമുക്കിവിടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഉള്ളത്. ഓരോ രാജ്യത്തുമുണ്ട് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കാനുള്ള ഒരു ബോഡി. ഇന്ത്യയിൽ ആ ബോഡിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ ചൂതുകളിയെ നിയന്ത്രിക്കാനുള്ള ബോഡിയാണ് ഏത്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി. അതുപോലെ ലോക സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനില്ല. അപ്പോൾ ലോകരാഷ്ട്രങ്ങളൊക്കെയാണ് അവനവൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധയോടെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് കരുക്കൾ നീക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ കരുക്കൾ നീക്കിയില്ലെങ്കിൽ സമ്പദ്ഘടന തന്നെ അടിഞ്ഞു പോകുമെന്നാണ് കെയ്ൻസ് തൻ്റെ ഗ്രന്ഥത്തിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ US ഇക്കോണമിയിൽ റിസഷണറി ടെൻഡൻസി നിലനിൽക്കുന്നു. അതുപോലെ യുദ്ധം എന്ന ആഹ്വാനവും ബഹളവും ഒക്കെ സൂചനകളൊക്കെ നൽകി പേടിപ്പെടുത്തിക്കൊണ്ട് പുതിനും ഒക്കെ മുന്നേറുന്നു. അതുമാത്രവുമല്ല, ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഷീ ജിൻപിങ്, ചൈനയുടെ പ്രീമിയർ ഷീ ജിൻപിങ്, അതുപോലെ തന്നെ പുതിൻ, അതുപോലെ നോർത്ത് കൊറിയയുടെ പ്രീമിയർ, ഇവരെല്ലാവരുമായിട്ട് വലിയ ചങ്ങാത്തത്തിലാണ്. അപ്പോൾ അതുമൊക്കെ അപകടകരമായ സൂചനകളാണ് നമുക്ക് നൽകുന്നത്, ലോകത്തിന് നൽകുന്നത്. അതൊക്കെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇതൊക്കെ അറിയുന്നവരാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ബെയറിഷായിട്ട് കിടക്കുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബെയറിഷ്നെസ് മാറി ബുള്ളിഷ്നെസ്, അതായത് കരടികളുടെ പിടിയിൽ നിന്ന് കാളക്കൂറ്റന്മാരുടെ കൈപ്പിടിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു കുതിച്ചു ചാട്ടം, സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ അടിഞ്ഞു കിടക്കുക, എല്ലാ വിലകളും താണ്. 10 ലക്ഷം കോടി നഷ്ടമാണ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 10 ലക്ഷം കോടി നഷ്ടം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനനുസൃതമായി ഇനി ഒരു മുകളിലേക്കൊരു കുതിപ്പുണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ ക്ലൗഡി സിറ്റുവേഷനൊക്കെ മാറി കുറച്ചും കൂടി, അതായത് എല്ലാവരും സൗഹാർദ്ദത്തിൽ പോകും എന്ന രീതിയിലേക്ക് വേൾഡ് ഇക്കോണമിയിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ്, അതായത് റഷ്യ, ചൈനയാണെങ്കിലും നമുക്ക് വലിയ പാർട്ടിസിപ്പൻ്റ് ആണോ എന്ന് ചോദിക്കും. നമ്മൾ ഓർക്കണം, അമേരിക്കയോട് കിടപിടിക്കുന്ന സാങ്കേതിക മികവുമായിട്ടാണ് ചൈന മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചൈനയുടെ ആഗ്രഹം അമേരിക്കയേക്കാൾ മുകളിൽ പോവുക സാങ്കേതിക മികവിൽ എന്നാണ്. അതിനുള്ള ശ്രമമാണ് അവരെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ആണ്. അമേരിക്കയാണെങ്കിൽ എന്തുകൊണ്ടാണ് സാങ്കേതിക മികവിൽ മുന്നിൽ നിൽക്കുന്നത്? ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും പഠിക്കാൻ അമേരിക്കയിലേക്ക് ചെല്ലുന്നത് അവർ അനുകൂലിക്കുന്നു. ഒരു GRE എന്നൊരു പരീക്ഷ എഴുതി അതിൽ മികവ് തെളിയിച്ചാൽ ആർക്കും അവിടെ ചെന്ന് പഠിക്കാം. ആർക്കും അങ്ങനെ പറ്റില്ല. മികവ് തെളിയിച്ചാൽ മിടുക്കർക്കേ പറ്റൂ. അപ്പം മിടുക്കരെ എല്ലാം തൂത്തുകൂട്ടുന്നു അമേരിക്ക പണ്ട് മുതലേ. അങ്ങനെയാണ് ഒരു സാങ്കേതിക മികവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി അമേരിക്ക മാറുന്നത്. ആ അമേരിക്കയിൽ നിന്ന് തന്നെ അവിടുത്തെ ടെക്നോളജി അവിടെ പോയി വർക്ക് ചെയ്ത് ചൈനക്കാർ അവിടെ പോയി വർക്ക് ചെയ്താൽ അവർ അമേരിക്കൻ ടെക്നോളജിയും സ്വന്തം ടെക്നോളജിയും തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരും. അതിനുള്ള എല്ലാ കരുക്കളും ചൈന ഗവൺമെൻറ് നീക്കിക്കൊണ്ടിരിക്കും. മറിച്ച് ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് നിന്ന് ഇവിടുത്തെ ബ്രെയിനൊക്കെ ഡ്രെയിൻ ചെയ്ത് പോകത്തേ ഉള്ളൂ. തിരിച്ചിങ്ങ് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ഒരു ചെറുവിരൽ പോലും അനക്കില്ല. ആ ബ്രെയിനൊക്കെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്താ വേണ്ടത്? അവർ പോയിരിക്കുന്ന രാജ്യങ്ങളിൽ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളും ശമ്പളവും എല്ലാം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതൊന്ന് കൊണ്ടുവരാനോ അത് ഇവിടെ കൊണ്ടുവന്ന് ഏകോപിപ്പിക്കാനോ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്താനോ ഇന്ത്യ ഗവൺമെൻറ് ശ്രമിക്കാറേയില്ല. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ഇതിൽ നിന്നൊക്കെ സ്റ്റഡി ആയിട്ട് ഏറ്റവും വലിയ വില താഴാതെ നിൽക്കുന്ന ഒന്ന് സ്വർണ്ണമാണ്. നമുക്കറിയാം സ്വർണത്തിൻ്റെ വില 54,000 വരെ എത്തി, 55,000 വരെ എത്തി, 50,000-ലേക്ക് എത്തുന്നു, പിന്നെ 52 ആകുന്നു. അങ്ങനെ ഈ ഒരു 50,000-നും 55,000-നും ഇടയ്ക്ക് കിടന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് സ്വർണത്തിൻ്റെ വില. അതിനേക്കാൾ താഴേക്ക് പോകാനും സാധ്യതയില്ല ഈ അടുത്ത കാലത്ത്, ഒരുപാട് മുകളിലേക്ക് പോകാനും സാധ്യതയില്ല ഈ അടുത്ത കാലത്ത്. അപ്പോൾ സ്വർണത്തിൻ്റെ വില കുറച്ച് കുറയുമ്പോൾ വാങ്ങിച്ച് കളയാം, അല്ലെങ്കിൽ ഇത്തിരി കൂടുമ്പോൾ വിറ്റ് കളയാം എന്നൊന്നും വിചാരിക്കേണ്ട. ഈ തരത്തിൽ, അതായത് ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒന്ന് മാറി ഒരു മെച്ചപ്പെട്ട സിറ്റുവേഷൻ, അതായത് ലോക സാഹോദര്യം കുറച്ചുകൂടി മെച്ചപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നവരെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെ പോകും. ഈ അടുത്ത പ്രാവശ്യത്തെ അവലോകന നേരത്ത്, അതായത് ഫെഡറൽ റിസർവ് സിസ്റ്റം അടുത്ത പ്രാവശ്യം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവരുടെ മോണിറ്ററി പോളിസി അവലോകനം നടത്തുമ്പോൾ ഒരു പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്തിരി കൂട്ടിയേക്കാം. കാരണം അമേരിക്കൻ ഡോളറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞു പോകുന്നു എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കുറഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ പുറത്തേക്ക് പോയ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, കറൻസിയൊക്കെ തിരിച്ചു വിളിക്കാനായിട്ട്, നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0.5% കൂട്ടിയേക്കാനിടയുണ്ട്. അതപ്പോൾ ഇത്തിരി വ്യത്യാസം വരുത്തും. അത് സ്വർണത്തിൻ്റെ വില ഇത്തിരി താഴ്ത്തുകയുള്ളൂ, ഉയർത്തുകയില്ല. അപ്പോൾ അങ്ങനെ, അതായത് സ്വർണം കഴിഞ്ഞാൽ ഏറ്റവും ദൃഢമായ കറൻസിയാണ് ഡോളർ. അപ്പോൾ ഡോളർ ഇപ്പം വലിയ മാറ്റമില്ലാതെ ഇരിക്കുകയാണ്. അതേസമയം നമുക്കറിയാം ഇന്ത്യൻ കറൻസിയുടെ മൂല്യം താഴേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ ജിയോ പൊളിറ്റിക്കൽ, അതായത് ആഗോള യുദ്ധ സജ്ജമായ അവസ്ഥയിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടി ഒരു ആഹ്ലാദകരമായ അവസ്ഥയിലേക്ക് വരുന്ന ഒരവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുന്നത് വരെയും ഇത്തരം ചാഞ്ചാട്ടങ്ങൾ സ്വർണത്തിൻ്റെ വിലയിലുണ്ടാകും, സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടാകും. സ്റ്റോക്ക് മാർക്കറ്റിനെ വിശ്വസിച്ച് ആരും ചെന്ന് ചാടി വില താണിരിക്കുകയാണല്ലോ, അപ്പോൾ ഇപ്പം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വില പെട്ടെന്ന് പൊങ്ങും എന്ന് വിചാരിക്കരുത്. ഒരു പക്ഷേ ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടായിപ്പോയാൽ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ പ്രതീക്ഷ സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇത്തരം സാഹചര്യങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ ശ്രദ്ധയോടെ വേണം നോക്കി കാണാനും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും. ലാഭം കൊയ്യണമെങ്കിൽ സ്ഥിരം അതിൽ കണ്ണ് നട്ടിരിക്കുകയും അത് കൈകാര്യം ചെയ്യാൻ അറിയുകയും ചെയ്യുന്നവർ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി കൈകടത്തി വീഴാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അപകടമാകും. അതേസമയത്ത് സ്വർണത്തിൽ വിശ്വസിച്ച് നിക്ഷേപിക്കാം ഇപ്പോഴും. കാരണം വലിയ ഏറ്റക്കുറച്ചിൽ വിലയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിൽ കിട്ടിയാലും പ്രയോജനമില്ല. ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നമ്മൾ ആരൊക്കെ ഉണ്ടാകും, എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യം അവശേഷിക്കുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ടെക്നോളജി അതിനേക്കാളൊക്കെ വളരെ വ്യാപ്തമായിരിക്കുന്നു. AI തന്നെ ആറ്റം ബോംബ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വർഷിക്കാം എന്നിരിക്കെ ആരെവിടെ ബാക്കി നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്തായാലും നമുക്ക് പ്രത്യാശിക്കാം, മറ്റുള്ളവരെല്ലാം മരിച്ചോട്ടെ, പക്ഷെ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരും തന്നെ കാണില്ല. അതായത് അങ്ങനെ അവനവൻ്റെ ജന്മം, അത് പുതിനാണെങ്കിലും ജീവിച്ചിരിക്കണം, വീണ്ടും ഇനിയും പതിറ്റാണ്ടുകളോളം അവിടുത്തെ മേധാവിയായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഷീ ജിൻപിങ്. അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിമാരാണെങ്കിലും ആരും മോശക്കാരല്ല, എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യുദ്ധസമാനമായ സിറ്റുവേഷൻ വരുമ്പോൾ അവരൊക്കെ അലേർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ യുദ്ധ സിറ്റുവേഷനൊക്കെ തട്ടി മാറ്റി കളയാനും അവർ തയ്യാറാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ.